ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി പാകിസ്ഥാൻ ഡെസേർട്ട് ആയാലോ, ഒരു മാംഗോ ലബേ ഷെറീൻ. അപ്പോൾ ഇത് പേരൊന്നും കേട്ടിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇതെന്താ പറയുക, നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെയും ഫലൂദൻ്റെ എല്ലാം ഒരു മിക്സ്, വേറൊരു വേർഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജെല്ലി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇതാ റാസ്ബെറി ജെല്ലിയും മാംഗോ ജെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് റാസ്ബെറിയിലേക്ക് സ്ട്രോബെറിയോ അല്ലെങ്കിൽ ചെറി അങ്ങനെ എന്തോ എടുക്കാം. ഏതെങ്കിലും ഒരു ജെല്ലി ആയാലും കുഴപ്പമില്ല, മാംഗോ ആയാലും സാരമില്ല. സ്ട്രോബെറിയും വേണമെന്നൊന്നുമില്ല, പക്ഷെ രണ്ടും ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇനി ഇതാ വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് റാസ്ബെറി ജെല്ലി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ജെല്ലി സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ട് 2 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചിട്ട് 2 ജെല്ലി ഇടാം. ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ റാസ്ബെറി ജെല്ലി സെറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്നൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതുവരെ അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ഇതാ മാംഗോ ജെല്ലിയും അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ജെല്ലിയൊക്കെ ഉണ്ടാക്കാം, പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും. അതേപോലെ തന്നെ ഇതൊരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് തിളക്കുമ്പോൾ ആ മാംഗോ ജെല്ലി ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂട് പോട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ആ സമയം നമുക്കിതാ ഇനി കുറച്ച് സേമിയ ഒന്ന് വേവിക്കാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ എന്താ പറയുക വീഡിയോയിൽ ഈ കളർ സേമിയ വാങ്ങിക്കാൻ പോയത് ഇതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കണം. സേമിയയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മാംഗോവും ചിക്കു ആപ്പിൾ ഇത് 3 എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ ഇനി കുറച്ച് മാംഗോ പൾപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മാംഗോ, നല്ല പഴുത്ത മാംഗോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ ഒരു പൾപ്പാട് റെഡിയാക്കിയിട്ടുണ്ട്. അതും അവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കസ്റ്റേർഡ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് ആ പാല് തിളക്കുന്ന സമയം നമുക്ക് വേറൊരു ബൗളിൽ ഒരു 1/4 കപ്പ് തണുത്ത പാലെടുത്തിട്ട് അതിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ തിളച്ച പാലിലോട്ട് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കൈവെക്കാണ്ടൊന്ന് ഇളക്കി ഒരു കസ്റ്റേർഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ തന്നെ എന്താ പറയുക ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നല്ല മധുരം വേണം. മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കൈവെക്കാണ്ടെല്ലാം ഒന്ന് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. കസ്റ്റേർഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതും അവിടെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ കസ്റ്റേർഡ് ഒന്ന് ചൂട് പോയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പൾപ്പ് ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിന് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പക്രീമോ തിക്ക് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിപ്പിംഗ് ക്രീം അങ്ങനെ ഏത് ക്രീം വേണമെങ്കിലും ഒഴിക്കാം. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ ഒരു എന്താ പറയുക ബൗളിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഇതിൽ ഒഴിച്ചത് എന്തായാലും ഇതിൽ കുറച്ച് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കിടന്നിട്ടങ്ങ് മെൽട്ടായിക്കോളും.
അങ്ങനെ ഇത് ക്രീമും ഒന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ ജെല്ലി എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്ത ജെല്ലി രണ്ടും നമുക്ക് ഈ കസ്റ്റേർഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതും കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു ഗ്ലാസ്സിലും കൂടി സെറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബാക്കിയുള്ള എന്താ പറയുക ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സേമിയം, കുറച്ച് കസ്റ്റേർഡ്, അതെല്ലാം അതുകൊണ്ട് ഞാൻ ഫുള്ള് ഇതിലിടുന്നില്ല. അങ്ങനെ നമ്മൾ ആ സേമിയം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും എല്ലാം കൂടി ഇട്ട് എല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പുഡിംഗ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ലാം ഒന്ന് സെറ്റായിട്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ലാസ്റ്റ് എന്താ പറയുക നല്ലോണം നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ആൽമണ്ടും പിന്നെ പിസ്തയും നട്ട്സും. അപ്പോൾ ആൽമണ്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല ഇനി നോക്കുമ്പോൾ, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്, എല്ലാം ഒന്ന് തിക്കായി വന്നിന്, കുറച്ച് ഉറച്ചിട്ടുണ്ടായിന്. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഡെക്കറേഷനും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാംഗോ പൾപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ജെല്ലിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാംഗോൻ്റെ പീസും എല്ലാം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം പോലെ എന്താ പറയുക സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, കണ്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഫ്രൂട്ട് സലാഡും ഫലൂദ എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു കുടുംബക്കാരനെ. അപ്പോൾ ഇതാ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഈ ചൂടിന് ഇതെല്ലാം എത്ര കിട്ടിയാലും കഴിച്ചു പോകും. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.